കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച്. പ്രതിപക്ഷ എംപിമാരുടെ വോട്ട് ചോരി മാർച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മാർച്ചെന്ന് എംപിമാർ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി നയിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. റോഡിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിരുന്നു. പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും എംപിമാർ തയ്യാറായില്ല. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷാവസ്ഥയിലെത്തി. തുടർന്ന് പ്രതിപക്ഷ എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. രാഷ്ട്രീയ പോരാട്ടമല്ല, ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ശശി തരൂർ MPയും മാർച്ചിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിനിടെ മഹുവ മൊയ്ത്ര MPക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ തട്ടിപ്പ് എന്നിവയ്ക്കെതിരെയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. വോട്ട് ക്രമക്കേടിൽ പ്രതിപക്ഷ എംപിമാരെ കാണാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 30 എംപിമാരെ മാത്രമേ കാണൂ എന്ന കമ്മീഷന്റെ നിർദ്ദേശം പ്രതിപക്ഷം തള്ളി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.